Hi everyone, welcome back to Xylem Learning. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യസ് ടോപ്പ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എയിംസ്. എയിംസിന് 19ഓളം ക്യാമ്പസുകൾ ഉണ്ട്. അപ്പോൾ എയിംസ് ഡൽഹിയാണ് ടോപ്പ് ക്യാമ്പസ്. അവിടെയാണ് എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എയിംസ് ഡൽഹിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയിപ്പോൾ നീറ്റ് അല്ല MBBS അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഒരുപാട് കോഴ്സസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടി ആ ടോപ്പ് അടിപൊളി ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ. അതാണ് എയിംസിന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ്. എല്ലാ വർഷവും എയിംസ് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. BSc നഴ്സിംഗിലേക്കും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിലേക്കും അഡ്മിഷൻ ആയിട്ട്. അപ്പം അതിന്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരാഴ്ചയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് കുറെ പേരൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെ ഇതൊന്ന് അറിയിക്കാനും ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാനുമാണ് വന്നത്. അപ്പോൾ ഞാൻ എക്സാമിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് പറയട്ടെ. ബിക്കോസ് എല്ലാവരുടെയും ഡ്രീമാണ് എയിംസിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എയിംസിൽ നമുക്ക് BSc നഴ്സിംഗ് ഏതൊരു കോഴ്സ് ഇപ്പൊ BSc നഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ കോഴ്സസ് ആണെങ്കിൽ റേഡിയോളജി, ഓപ്റ്റോമെട്രി, അങ്ങനെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഒരുപാട് കരിയർ പ്രോസ്പെക്ട്സ് ഉള്ള കോഴ്സസ് ആണ്. അത് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നതിന് പകരം ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് അത്രയും എന്താ പറയുക, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് അത്രയും വാല്യൂ ആണ് അത് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസും സാധ്യതകളും ഒക്കെ തരുന്നു. ഓക്കെ, അപ്പം BSc നഴ്സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഗേൾസിന് മാത്രമാണ് എലിജിബിലിറ്റി അപ്ലൈ ചെയ്യാൻ. അത് 1300ഓളം സീറ്റുകൾ ഈ വർഷം. ആദ്യം എയിംസ് ഡൽഹിയിൽ മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം 6ഓളം എയിംസ് ക്യാമ്പസുകളിലേക്ക്, എയിംസ് ഭുവനേശ്വർ, എയിംസ് ഭോപ്പാൽ, പട്ന, അങ്ങനെ 6ഓളം എയിംസ് ക്യാമ്പസുകളിലും ആയിട്ട് ഒരുപാട് സീറ്റുകളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1300ഓളം സീറ്റുകളാണ് എല്ലാ എയിംസ് ക്യാമ്പസുകളിലും കൂടിയിട്ട് BSc നഴ്സിംഗ് കോഴ്സസിനായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിനും ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ആണ്. BSc നഴ്സിംഗ് കോഴ്സ് ഗേൾസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ പാരാമെഡിക്കലിന് ഗേൾസിനും ബോയ്സിനും അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ എക്സാമിന്റെ ഒരു സ്ട്രക്ചർ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് കേട്ടോ. ഓൺലൈൻ എക്സാം ആണ്. ഓൺലൈൻ മോഡാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടത്തുക. പിന്നെ ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് നിങ്ങൾ +2 പഠിച്ച ബോട്ടണി, സുവോളജി സെയിം സംഭവം തന്നെ. +1 +2 പഠിച്ച അതേ സംഭവം തന്നെ. അപ്പോൾ അതേപോലെ അത് കൂടാതെ നിങ്ങൾക്കൊരു ജനറൽ നോളജ് പേപ്പറും കൂടി ഉണ്ടാകും. അപ്പം ഫിസിക്സിന് നിങ്ങൾക്ക് ഒരു 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. കെമിസ്ട്രിക്ക് 30 മാർക്ക്, ബയോളജിക്ക് 30 മാർക്ക് ആൻഡ് ജനറൽ നോളജിന് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിലായിരിക്കും നിങ്ങളുടെ ഈ എക്സാം നടത്തുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഇതൊരു MCQ പാറ്റേണിലുള്ള എക്സാം ആണ്. ഒബ്ജക്റ്റീവ് എക്സാം ആയിരിക്കും. അപ്പം തെറ്റിപ്പോകുന്ന ആൻസറുകൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. അത് നീറ്റിന്റെ പാറ്റേണിൽ തന്നെ. ഓക്കെ, പിന്നെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി നീറ്റിനൊക്കെ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ്. സിലബസിൽ ചെറിയ ചില വ്യത്യാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ. അത് നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ ജനറൽ നോളജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇതിന്റെ സിലബസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഒന്ന് എയിംസിന്റെ വെബ്സൈറ്റിൽ കയറുക. എയിംസ് BSc നഴ്സിംഗ് 2025 പ്രോസ്പെക്ട്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്തത് വായിക്കാം. ഇപ്പം ഡ്യൂ ടു സം റീസൺ എന്തോ ഒരു എറർ കൊണ്ട് നമുക്ക് ആ പ്രോസ്പെക്ടസ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അത് അവർ വെബ്സൈറ്റിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ആ പ്രോസ്പെക്ടസ് നോക്കണം. അത് മുഴുവൻ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ എക്സാമിന്റെ ഒരു ഡ്യൂറേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ 100 മാർക്സിലുള്ള എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞു. 120 മിനിറ്റ്സ് ആണ്. 2 hours നടക്കുന്ന എക്സാം ആണ്. അപ്പോൾ പിന്നെ ഈ എക്സാം നിങ്ങൾ നല്ല സ്കോറോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ടോപ്പ് ക്യാമ്പസിൽ എയിംസ് ഡൽഹിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം BSc നഴ്സിംഗ്. അതും വർഷം വെറും 500 രൂപയൊക്കെയാണ് ഫീസ് വരുന്നത്. ഏറ്റവും അടിപൊളി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആൻഡ് ആ ഒരു ക്യാമ്പസിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് എ പ്രിവിലേജ് അല്ലേ. അപ്പം അത് എല്ലാവരും ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ മെയിൻ ഗോൾ നീറ്റ് ആയിരിക്കാം. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ പ്ലാൻ B. അപ്പം ഇതും കൂടി ഒന്ന് ചെയ്യുക. കാരണം നിങ്ങൾ സെയിം ക്ലാസ് 11th and 12th ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് ഈ എക്സാം നടക്കുന്നത്. ജനറൽ നോളജും ഏറ്റവും സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് 2 രീതിയിലാണ് രജിസ്ട്രേഷൻ നടക്കുക. ബേസിക് രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ ഫൈനൽ രജിസ്ട്രേഷൻ, കോഡ് ജനറേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതായത് ബേസിക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് ആണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 8th ഏപ്രിലിനാണ് ഡേറ്റ് ഓപ്പൺ ആയത്. ക്ലോസിംഗ് ഡേറ്റ് 7th മെയ് ആണ്. അപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ
നിങ്ങൾക്ക് ചെയ്യാം. 4-ാം തീയതി നീറ്റ് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ 3 ദിവസം സമയമുണ്ട്. അത്രയും ലേറ്റ് ആവണ്ടെന്നാണ് ഞാൻ പറയുക. ഈ ദിവസങ്ങളിൽ തന്നെ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്തിടുക കേട്ടോ. പിന്നെ ജനറേഷൻ ഓഫ് കോഡ് ഫോർ ഫൈനൽ രജിസ്ട്രേഷൻ ഫോർ BSc നഴ്സിംഗ് അത് അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് 17th ഏപ്രിലാണ്. ക്ലോസിംഗ് ഡേറ്റ് 15th മെയ് ആണ്. അതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പം ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജിൽ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫൈനൽ രജിസ്ട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീസ് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് ഓഫ് ഫീസ് ആൻഡ് സിറ്റി ചോയ്സ് ഓൺലി ഫോർ ദോസ് ഹു ഹാവ് ജനറേറ്റഡ് കോഡ് ഫോർ ഫൈനൽ രജിസ്ട്രേഷൻ. അത് 17ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 15ാം തീയതി തന്നെ. അപ്പം നിങ്ങളുടെ രജിസ്ട്രേഷൻ ശരിക്കും പറഞ്ഞാൽ ഫൈനൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് മെയ് 15 കൂടിയാണ്. ഇനി ഇത് കൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പേജിൽ പോകുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എയിംസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് aimsexams.ac.in പോയിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സസിന്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ പോകുമ്പോൾ ഇവിടെ ഈ എന്തുകൊണ്ടാണ് ഇവർ എക്സാം കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതർ എയിംസിനെ കുറിച്ച് പറയുമ്പോൾ All India Institute of Medical Sciences have been established similar to AIIMS in New Delhi. വേറെ എന്താണ് 6 എണ്ണം കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവിടെ nursing course will be started in 6 new AIIMS at Bhopal, Bhubaneswar, Jodhpur, Patna, Raipur and Rishikesh. Okay. അപ്പോൾ the proposal is for an intake of 60 students for each of the institutions. അപ്പോൾ 6 സ്ഥലങ്ങളിൽ ഇനിയും കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 60 സ്റ്റുഡൻസ് ഈച്ച് അവിടെയും ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് സീറ്റ്സ് ഇതിന് കൂടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഒരുപാട് റിസർച്ച് സാധ്യതകളും ഒരുപാട് ജോലി സാധ്യതകളും ഒക്കെ കൂടാൻ, കാരണം BSc നഴ്സിംഗിനൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഒരു 2014 ആ ഒരു 15 ആ ഒരു സമയത്തൊക്കെ നഴ്സിംഗിന്റെ ബൂം ഒന്ന് ചെറുതായിട്ട് താഴേക്ക് വന്നിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. പക്ഷെ അതിനുശേഷം ഇപ്പം ആ ഫീൽഡ് വീണ്ടും നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും ഇതും ഒക്കെ തരുന്ന കോഴ്സാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു ലോഗിൻ പേജിലേക്ക് പോകുമ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്, bsccourses.aimsexams.ac.in. ഓക്കെ, കറക്റ്റ് ആയിട്ട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ആൻഡ് ജനറേഷൻ കോഡ് കാണാം. അതിനുശേഷം ഫൈനൽ രജിസ്ട്രേഷൻ ആഫ്റ്റർ ജനറേഷൻ ഓഫ് കോഡ്. അപ്പോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. ചിലർ ഓൾറെഡി കഴിഞ്ഞ വർഷം അതിന് മുമ്പ് വർഷമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർ ഫൈനൽ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി, കാരണം ബേസിക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ളവർ. അത് ചെയ്യാത്തവർ ആദ്യം ബേസിക് രജിസ്ട്രേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുക. ബേസിക് രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ ID പ്രൂഫ്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള രജിസ്ട്രേഷൻ ആണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള സ്പെസിഫിക്കേഷൻസ് ആ ഫോം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ആ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക് രജിസ്ട്രേഷൻ ഫിനിഷ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് യൂസ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ 9 and above. അപ്പോൾ കമ്പാറ്റബിൾ ബ്രൗസേഴ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. കാരണം മക്കള് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കൊണ്ട് ഇടയ്ക്ക് വെച്ച് എറർ ഉണ്ടാവരുതല്ലോ. പിന്നെ the candidate who had registered in previous sessions are not required to do new registration. They can only generate the code from 17th April and submit the final registration. ഓൾറെഡി ചെയ്തവർ വീണ്ടും ചെയ്യേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഡ് വരും. അപ്പം അതിനുശേഷം കോഡ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യും. നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോഡ് ജനറേഷൻ നടക്കും. അതിനുശേഷം ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ജനറേറ്റഡ് രജിസ്ട്രേഷൻ യുണീക് കോഡ് RUC then kindly enter that code. ആ കോഡ് നിങ്ങൾക്ക് ലഭിക്കും. അത് വന്നതിന് ശേഷം നിങ്ങൾ അതിവിടെ കൊടുക്കുക. രജിസ്ട്രേഷൻ IDയും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. രജിസ്ട്രേഷൻ ID, RUC കോഡ്, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടതിന് ശേഷം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫൈനൽ രജിസ്ട്രേഷൻ ഫീ പേയ്മെന്റിന് നിങ്ങളുടെ ഫൈനൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ്. അപ്പൊ അത് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നു. മെയ് 15 വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സമയമുണ്ട്. പക്ഷെ ഇനീഷ്യൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് മെയ് 7ാം തീയതി വരെ ചെയ്യണം. കാരണം ആദ്യമായിട്ട് ഇത് എഴുതാൻ പോകുന്നവരാണെങ്കിൽ ബേസിക് രജിസ്ട്രേഷൻ ആദ്യമേ ചെയ്തു വെക്കുക. പിന്നെ ഫൈനൽ രജിസ്ട്രേഷൻ പിന്നീട് നിങ്ങൾ സാവധാനം, കാരണം 15ാം തീയതി വരെ സമയമുണ്ട്, ചെയ്താലും മതി. അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അഗെയിൻ ഞാൻ പറയുന്നു, ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഈവൻ പാരാമെഡിക്കൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ കരിയർ പ്രോസ്പെക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് ലഭിക്കും. അപ്പോൾ ഏറ്റവും
പ്രീമിയം ക്യാമ്പസിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ അതും എയിംസ് ക്യാമ്പസുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്ത് ചെയ്യാം. അപ്പം ഒരുപാട് രീതിയിൽ ഇപ്പം സയൻസും റിസർച്ചും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. റിസർച്ച് കോഴ്സുകൾക്ക് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. അതേപോലെ നഴ്സിംഗ് ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞല്ലോ, അത് ഒരുപാട് നല്ല രീതിയിൽ ഉയർന്നു വരുന്ന വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ യു ക്യാൻ ഓൾസോ ഗിവ് ഇറ്റ് എ ട്രൈ. സോ നല്ല രീതിയിൽ പിന്നെ സിലബസ് നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വാട്ട് യു ഹാവ് ഓൾറെഡി ലേൺ ഫോർ യുവർ നീറ്റ് എക്സാം ആൻഡ് 11th and 12th നിങ്ങൾ പഠിച്ച സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരിക. അപ്പോൾ കുറെ പേരൊക്കെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. ഇല്ലാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മതി രജിസ്റ്റർ ചെയ്യാൻ. നിങ്ങൾ പുതിയ കാര്യങ്ങളോ ഡോക്യുമെന്റ്സോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലും റിസർവേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ടും റിസർവേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ടോട്ടൽ 1300ഓളം സീറ്റുകളാണ് ലേഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിട്ടുള്ളത് BSc നഴ്സിംഗിന്. പാരാമെഡിക്കൽ കോഴ്സസിനും ഒരുപാട് സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. എക്സാമിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വഴിക്ക് നടന്നോളും. നിങ്ങൾക്ക് ജനറൽ നോളജ് പേപ്പർ മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് സിലബസും കാര്യങ്ങളും എല്ലാം നല്ലപോലെ നോക്കിയതിനു ശേഷം മാത്രം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ. ബൈ.